സല്യൂട്ട് സഹോദരരെ. 2020 ജനുവരി അവസാനം ഫെബ്രുവരി ആദ്യം ഒക്കെ ആയപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ കോവിഡ് എന്ന ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നത്. ആദ്യം അത് നോവൽ കൊറോണ വൈറസ് NCOV എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും ആരും തെളിയിച്ചിട്ടില്ല. ചിലർ പറയുന്നു ലാബറട്ടറിയിൽ നിന്ന് ലീക്ക് ചെയ്ത് പുറത്തു വന്നതാണ്. വവ്വാലിന്റെ ശരീരത്തിലുണ്ടായി വവ്വാലിനെ ഭക്ഷിച്ച ചൈനക്കാരെ ഒരു ഫിഷ് മാർക്കറ്റിൽ നിന്ന് തുടങ്ങി അങ്ങനെ സ്പ്രെഡ് ചെയ്തതാണ് എന്ന് ചിലർ പറയുന്നു. ഇപ്പോഴും അതിന്റെ എക്സാക്ട് കാര്യം എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് വൈറസ് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളതൊന്നും ആരും പറയുന്നില്ല. ഈ കൊറോണ എന്ന് പറയുന്ന വൈറസ് കുറെ നാൾ മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നോവൽ കൊറോണ എന്ന് പറഞ്ഞൊരു വൈറസ് ആയിട്ടാണ് പുതിയ രീതിയിൽ മനുഷ്യർക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു രീതിയിൽ പരിണമിച്ചു വന്ന വൈറസ് ആയിട്ട് പറയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത ജനുവരിയിൽ കേരളത്തിൽ വന്നപ്പോൾ, കേരളത്തിലാണ് ആദ്യത്തെ കൊറോണ കേസ് ഡിറ്റക്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ. വുഹാനില് മെഡിസിന് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, 3 ആൺകുട്ടികളാണ്. അവിടെ വൈറസ് ഉണ്ട് എന്നറിഞ്ഞത് കൊണ്ട് അവർ ജനുവരി 22 എങ്ങാണ് അവിടെ നിന്ന് ബസ്സിലും ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ ആയിട്ട് കുറേ യാത്ര ചെയ്ത് 27-28 ആയപ്പോഴേക്കും അതിൽ ഒരാൾ തൃശ്ശൂര്, ഒരാൾ കാസർഗോഡ്, ഒരാൾ ആലപ്പുഴയിലാണോ കൊല്ലമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ആലപ്പുഴയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ 3 പേരും തിരിച്ചു വന്നതില് കാസർഗോഡുണ്ട് പയ്യൻ ഒരു ചെറിയ ജലദോഷവും പനിയും ഒക്കെ ആയിട്ട് തുടങ്ങിയ കാര്യമാണ്. പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കോവിഡ് പോസിറ്റീവ് ആണ് എന്ന് കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനുള്ളിൽ ഇത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ലാബറട്ടറികൾ വന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഒരു അസുഖം പുതിയതായിട്ട് നമ്മൾ അറിയുമ്പോൾ ആ അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന ലാബറട്ടറികൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? നമ്മുടെ രക്ത സാമ്പിളോ അല്ലെങ്കിൽ കഫമോ യൂറിനോ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇടേണ്ട രാസവസ്തുക്കൾ ഉണ്ടാവും. ഡിസംബർ അവസാനമായപ്പോഴോ ജനുവരി ആദ്യമായപ്പോഴോ ഒക്കെയാണ് ചൈനയിൽ ഇങ്ങനെ ഒരു വൈറസ് ഉണ്ട്, അത് NCOV-19 എന്ന വൈറസ് ആണ് എന്ന് പറഞ്ഞ് WHO ഒരു പ്രഖ്യാപനം പുറത്തിറക്കുന്നത്. ഒരു വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു, പെട്ടെന്ന് ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഭീതി സൃഷ്ടിക്കുന്ന പോലെയുള്ള ഒരു പ്രഖ്യാപനം പത്രത്തിലൂടെ നമ്മൾ കണ്ടപ്പോഴും ഇത് അത്ര സീരിയസ് ആണെന്നുള്ളത് നമുക്ക് ആർക്കും തോന്നുന്നില്ല. കാരണം ഒരു വൈറസ് പുതിയതായിട്ട് വരുന്നു. അതിനു മുമ്പ് സാഴ്സ് എന്ന് പറഞ്ഞൊരു വൈറസ് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി പോയി, പലരുടെ ജീവനൊക്കെ എടുത്തോണ്ട് പോയി. സാഴ്സ് എന്ന് പറയുന്ന വളരെ പേടിപ്പിക്കുന്ന ഒരു വൈറസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും ഇതിന്റെ തന്നെ ഒരു വകഭേദമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം അത് പിന്നീട് കൊറോണ സാഴ്സ് എന്ന പേരിലും ഇത് അറിയപ്പെട്ടു. അപ്പോൾ അതിന്റെ ടെസ്റ്റിങ്ങിന്റെ എന്തെങ്കിലും കിറ്റുകൾ ഉണ്ടായിരിക്കും. പക്ഷെ എങ്ങനെയാണ് ഇത് COVID-19 തന്നെയാണ് ഇവർക്ക് എന്നുള്ളത് ഇത്രയും ചെറിയ സമയം കൊണ്ട് അറിഞ്ഞത് എന്നൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. ലാബിൽ അയച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള അതിന്റെ ആന്റിജൻസും ആന്റിബോഡീസും ഒക്കെ വേർതിരിച്ചെടുക്കാനുള്ള കെമിക്കൽസ് അതിനകം തന്നെ അവർക്ക് WHO-ൽ നിന്നോ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നോ കിട്ടിയിരുന്നു. എങ്ങനെയാണ് കേരളത്തിലെ ലാബുകൾ അത് കണ്ടുപിടിക്കുന്നത്? കാരണം ഇന്ത്യയിൽ ഒരിടത്തും ഇതുപോലെയുള്ളൊരു പനി വന്നിട്ട് ചൈനയിൽ നിന്ന് തിരിച്ചു വന്നവരൊക്കെ ഉണ്ടെങ്കിലും അവർക്കാർക്കും ഇതുപോലെ കൊറോണ ആണെന്നുള്ള സ്ഥിരീകരണം ജനുവരി 30 തന്നെ നടന്നിട്ടില്ല. അപ്പൊ ജനുവരി 22 വന്നു, 28 എങ്ങാണ്ട് നാട്ടിലെത്തി, 2 ദിവസം പനിച്ചു, അത് കഴിഞ്ഞ് ആശുപത്രിയിൽ പോയി. അപ്പോഴേക്കും ഈ കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് പത്രങ്ങളിലൊക്കെ കൂടെ വലിയൊരു ഭീതി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. അവിശ്വസിച്ചില്ല. പത്രങ്ങൾ പറയുന്നതല്ലേ, ലാബിന്റെ ടെസ്റ്റ് അല്ലേ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ. സാഴ്സ് ഉണ്ടായിരുന്നു, എലിപ്പനി ഉണ്ടായിരുന്നു, പന്നിപ്പനി ഉണ്ടായിരുന്നു, കോഴിപ്പനി ഉണ്ടായിരുന്നു, കോഴികളെ താറാവിനെയും കൂട്ടമായി കുരുതി ചെയ്തിരുന്നു, ഇങ്ങനെ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്കുള്ളതാണ് ഇതെല്ലാം. അപ്പൊ അങ്ങനെ ഒരു പേടി ഇങ്ങനെ വന്നപ്പോഴേക്കും ഇങ്ങനെ ഇതുവഴി നിങ്ങൾക്ക് അസുഖം പടരും, പെട്ടെന്ന് പടരുന്നതാണ്, ഇത് വന്നു കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഭീതി വന്നിട്ട് കാര്യമായ ആളുകൾക്ക് വലിയ അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ല. കുറച്ചു പേർ ഇങ്ങനെ അസുഖമാണ് എന്നൊക്കെ പറഞ്ഞ് ഐസൊലേഷനും പിന്നീട് അവരെ ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ രക്തം പരിശോധിക്കുകയും അതൊക്കെ ചെയ്തു. അവർ യാത്ര ചെയ്ത് വന്ന വാഹനങ്ങളുടെ ആളുകളുടെ പരിശോധിച്ചു, അവർ കോണ്ടാക്റ്റുള്ള വീട്ടുകാരുടെ രക്തം പരിശോധിച്ചു. അപ്പൊ ഇവർക്കൊന്നും കൊറോണ ബാധിച്ചതായിട്ട് കണ്ടില്ല. ഫെബ്രുവരി നടുക്കായപ്പോഴെങ്ങാണ്ടാണ് WHO NCOV എന്നുള്ള നോവൽ കൊറോണ വൈറസ് എന്ന പേര് മാറ്റിയിട്ട് COVID, കൊറോണ വൈറൽ ഡിസീസ്, കോവിഡ് എന്ന പേരും. അത് വന്ന വർഷം 19 ഡിസംബറിലാണല്ലോ ചൈനയിൽ ആദ്യമായിട്ട് കണ്ടു എന്ന് പറയുന്നു. അതുകൊണ്ട് ആ വർഷവും കൂടെ ചേർത്ത് COVID-19 എന്ന പേര് കൊടുത്ത് ഇറക്കി, അതിന് കൊറോണ എന്ന് പറയുന്ന ഒരു പേരും കൊടുത്തു. പിന്നെ അതിന്റെ പടങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിക്കാൻ തുടങ്ങി. ഇങ്ങനൊരു ബോള് പോലെ കുറെ സ്പൈക്സും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ചുമന്ന വട്ടം, നീലവട്ടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ആദ്യം പോയ ചില സംഭവങ്ങൾ,
ഞാനിങ്ങനെ എല്ലാ പത്രങ്ങളിൽ കാണുന്നത് മൊത്തമായിട്ട് വിശ്വസിക്കുകയോ ആളുകൾ ഇങ്ങനെ പറയുന്ന പേടി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയോ ചെയ്യാറില്ല. ഞാൻ അതിനെപ്പറ്റി സ്വതന്ത്രമായിട്ട് കുറച്ചൊന്ന് ചിന്തിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ചിന്തിക്കുന്ന ഒരു ടൈപ്പാണ്. 2016 17 കണ്ട ഒരു സിനിമയുണ്ട്, കണ്ടേജിയൻ എന്ന് പറഞ്ഞിട്ട്. മാറ്റ് ഡാമൺ എന്ന് പറയുന്ന ഒരു ആക്ടർ, പിന്നെ ഗ്വെനത്ത് പാൽട്രോ എന്ന് പറയുന്ന ആക്ട്രസും ഒക്കെ അഭിനയിച്ച ഒരു ഹിറ്റ് സിനിമയായിരുന്നു കണ്ടേജിയൻ. അത് ഇതുപോലെ ഒരു വൈറസ് ഇങ്ങനെ ക്രമാതീതമായിട്ട് പടർന്ന് എല്ലായിടത്തും വന്ന ആളുകൾ ഇരിക്കുന്നു, കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉണ്ടാക്കുന്നു, അവസാനം വാക്സിൻ ഉണ്ടാക്കുന്നു. അങ്ങനെ നേസൽ വാക്സിൻ ആണ്. പിന്നെ അതിനകത്ത് അവസാനം പറയുന്നുണ്ട്, ഒരു കമ്മ്യൂണിറ്റി മുഴുവനായിട്ട് ഒരു കള്ള വാക്സിൻ കൊടുത്തിട്ട് അവർക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത നല്ല വാക്സിൻ അല്ല, അതിന് പകരം വെറും വെള്ളം കൊടുത്തിട്ട് അവർക്കാർക്കും അത് അഫക്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു തത്വം അതിനകത്ത് പറയുന്നുണ്ട് കഥയ്ക്കകത്ത്. പക്ഷെ ഈ കൊറോണ എന്ന് പറയുന്ന സംഭവം ശരിക്കും നമ്മുടെ സമൂഹത്തിൽ വന്നപ്പോ എനിക്ക് തോന്നിയത് ഈ സിനിമ ഒന്നും കൂടെ ഒന്ന് റീപ്ലേ ചെയ്ത് റിയൽ ലൈഫിൽ കാണിക്കുന്നത് പോലെയാണ് തോന്നിയത്. ഈ സിനിമ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, കണ്ടു നോക്കിയാലും അറിയാം. എക്സാക്ട്ലി അതിനകത്ത് എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തില് ചുറ്റുപാടിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ലക്ഷണങ്ങളായിട്ട് പറയപ്പെട്ടിരുന്ന പെട്ടെന്ന് ചുമ, ജലദോഷം, ശരീരത്തിൽ ഇങ്ങനെ കുത്തുകള്, പനി, ഭയങ്കര ക്ഷീണം, സ്മെല്ലില്ല, ടേസ്റ്റ് ഇല്ല, പിന്നെ കുറച്ച് നാളത്തിന് നീണ്ടു പോണു, പിന്നെ ഒരു ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ സിംറ്റംസിനെ പറ്റി പറയുകയും, അങ്ങനെ തൊട്ടാൽ പടരും അല്ലെങ്കിൽ ശ്വസിച്ചാൽ പടരും, ശ്വാസം വീണാൽ പടരും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്നു. നമ്മളിങ്ങനെ തുണി കൊണ്ട് കെട്ടിക്കൊണ്ട് നടക്കാനേ പറഞ്ഞുള്ളൂ. അവിടെ വലിയ വലിയ മാസ്കുകളാണ്. അവിടെ സിനിമ കണ്ടു കഴിഞ്ഞ ഒരു വല്ലാത്ത ഭയം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന രീതിയിലാണ് അത് മുന്നോട്ട് പോയത്. അതുകൊണ്ട് പക്ഷെ അതിനകത്തൊരു ഒറ്റ വ്യക്തിക്ക്, അതിന്റെ നായക കഥാപാത്രത്തിന് ഇത് അഫക്റ്റ് ചെയ്യില്ല. കാരണം അയാൾക്കൊരു രക്തത്തിൽ പ്രത്യേകം ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ഈ ഡിസീസ് അയാളെ അഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് അയാൾക്ക് വാക്സിനേഷൻ ഇല്ലാതെ തന്നെ അയാൾക്ക് എല്ലായിടത്തും പോവുകയും കറങ്ങി നടക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ അയാൾക്ക് ഉള്ളതാണ്. പക്ഷെ നമ്മുടെ റിയൽ ലൈഫിൽ ശരിക്കും അങ്ങനെയല്ല. ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അഫക്റ്റ് ചെയ്യാം, ആരെ വേണമെങ്കിലും കൊല്ലാം എന്നുള്ള മട്ടിലാണ് അത് പടർന്നത്. 19 തുടങ്ങിയ സാധനം എന്തായാലും 20 ആയപ്പോഴാണ് ഇവിടെ ആദ്യത്തെ മരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഏപ്രിലോ മെയിലോ അങ്ങാണ്ടാണ്. അതുവരെ ആരും മരിച്ചിട്ടൊന്നുമില്ല, എല്ലാവരും റിക്കവർ ചെയ്ത് പോയി. പക്ഷെ ഇതുപോലൊരു ഭീതി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് വരികയും എല്ലായിടത്തും ഇങ്ങനെ ഇതുപോലെ കോഷൻ ഉണ്ടാവുകയും പെട്ടെന്ന് ടപ്പ് എന്ന് പറഞ്ഞ് ട്രാൻസ്പോർട്ടേഷൻകാർ തടയുന്നു, ചെക്ക് ചെയ്യുന്നു, ആളുകളെ ചെക്ക് ചെയ്യുന്നു, വിദേശത്തു നിന്ന് വരുന്നവരെ ചെക്ക് ചെയ്യുന്നു, ഫ്ലൈറ്റിൽ വരുന്നവരെ ചെക്ക് ചെയ്യുന്നു, ട്രെയിനിൽ പോകുന്നവരെ ചെക്ക് ചെയ്യുന്നു, ബസ്സുകളിലുള്ളവർ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ചെക്കിംഗ് എന്ന് പറഞ്ഞ് വ്യാപകമായിട്ട് നടക്കുകയും അത്ര അധികം ആൾക്കാർക്ക് ഈ കോവിഡ് ഉണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണവും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ദിവസവും ഇങ്ങനെ ഇന്ന് 500 പേർക്ക്, ഇന്ന് 1000 പേർക്ക്, ഇന്ന് 2000 പേർക്ക് കൊറോണ, ഇന്ന് 20,000 പേർക്ക് കൊറോണ എന്നും പറഞ്ഞ് ഇങ്ങനെ ദിവസവും വരികയാണ്. മാർച്ച് ഏപ്രിലൊക്കെ ആയപ്പോഴേക്കും. അപ്പൊ ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് ഇതുപോലെയുള്ള ഒരു പ്രിക്കോഷൻസ് എടുക്കണമെന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവുകൾ ഇറക്കുന്നത്. എല്ലാവരും മാസ്ക് ധരിക്കണം, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാൻ പാടില്ല, സാനിറ്റൈസർ ഉപയോഗിക്കണം, പിന്നെ അതുപോലെ തൊടാൻ പാടില്ല, ടച്ച് ചെയ്യാൻ പാടില്ല, ഒരുപാട് പേര് കൂട്ടമായിട്ട് നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഏപ്രിൽ അവസാനമോ മെയിലും ഒക്കെ കേന്ദ്ര സർക്കാരും ഇതുപോലെ കുറെ ലോക്ക്ഡൗണും പിന്നെ ഒരു ദിവസം മുഴുവൻ വീട്ടിലിരുന്നുകൊണ്ട് ആളുകൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം എല്ലാം ശബ്ദമുണ്ടാക്കി വൈറസിനെ ഓർത്തിക്കണമെന്ന് പറഞ്ഞ് പാത്രം കൊട്ടി, അതൊക്കെ വളരെ തമാശയായിട്ട് ഇപ്പം തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും വൈകിട്ട് ഫ്ലാറ്റിൻ്റെ മുകളിലും വീട്ടിനകത്തും പാത്രം തവി കൊട്ടി ശബ്ദമുണ്ടാക്കി വൈറസിനെ ഓടിക്കാൻ ശ്രമിച്ച സംഭവം. പിന്നീട് അത് കഴിഞ്ഞ് 1 മാസത്തോളം ഉണ്ടായ ഒരു ലോക്ക്ഡൗൺ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തതും വളരെ കർശനമായ പോലീസ് ചെക്കിംഗ് ഉണ്ടായതും ആ ഒരു അന്തരീക്ഷം നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പൊതുജനം ഇറങ്ങി നടക്കാത്ത റോഡുകൾ നല്ല വിജനമായി സുഖമായിട്ട് കിടന്നപ്പോഴാണ് നമ്മൾ കണ്ടിട്ടില്ലാത്തതുപോലെ മയിലുകളും അതുപോലെ കുരങ്ങുകളും അണ്ണാനും ഒക്കെ അങ്ങനെ നല്ല നല്ല ജീവികളൊക്കെ റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഓടി നടക്കുകയും പറന്ന് നടക്കുകയൊക്കെ ചെയ്യുന്ന, എൻ്റെ വീട്ടിന്റെ പരിസരത്ത് തന്നെ 2-3 കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ വന്നിട്ട് പോകും. കുറെ മയിലൊക്കെ അടുത്ത വീട്ടിലെ ഓടിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് പോകും. നല്ല ഭംഗിയാണ് കാണാനത്. അപ്പൊ അത്രയെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ സർക്കാർ ഓഫീസിലെ ജോലി ചെയ്തിരുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് വളരെ വലിയ കഷ്ടപ്പാടായിരുന്നു. ഒരുപാട് ജോലി ചെയ്യേണ്ടി വന്നു. ഈ മാസ്കും വെച്ചുകൊണ്ട് പലയിടത്തും ഇങ്ങനെ ഒറ്റ മാസ്ക് അല്ല, ഡബിൾ മാസ്ക്. എനിക്കാണെങ്കിൽ മാസ്ക് വെക്കുന്ന കണ്ടേ കൂടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ശ്വാസമാണ്. ഒന്ന് ശ്വാസം വലിച്ചിട്ട് വിടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു മാനസിക സമ്മർദ്ദം വന്നാലും ഒക്കെ
ഞാൻ ഡീപ്പായിട്ട് ശ്വാസം വിട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ആശ്വാസം തോന്നുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ആ ശ്വാസത്തിന് തന്നെ തടഞ്ഞു നിർത്തുന്നത് പോലെയാണ്. കൂടാതെ ഞാൻ നടക്കുന്ന ശീലമുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് 1.5 മണിക്കൂർ, ചിലപ്പോൾ 1.25 മണിക്കൂറൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. 4:45 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും, 5 മണിക്ക് മുമ്പേ ഇറങ്ങിപ്പോവും, 6 മണിയാകുമ്പോഴേക്കും തിരിച്ചു വരും. അങ്ങനെയൊക്കെയുള്ള 6-6:15 ആകുമ്പോൾ തിരിച്ചു വരുന്ന ഒരു ശീലമുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ നടന്ന് ഒരു ഭയങ്കര ഒരു അഡിക്ഷൻ പോലെയായി. നടക്കാതിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു വെപ്രാളം വരുമായിരുന്നു. ഒരു ദിവസം നടപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കര വെപ്രാളം പോലെ വരുമായിരുന്നു. കോവിഡ് കാരണം അതങ്ങ് നിന്നുപോയി. കാരണം എനിക്ക് മാസ്ക് വെച്ചുകൊണ്ട് നടക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഒരിക്കൽ ഞാൻ മാസ്ക് കെട്ടണം, പക്ഷേ എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ മാസ്ക് മൂക്കിന്റെ താഴെ വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് നടന്നപ്പോൾ വഴി വെച്ചൊരു പോലീസുകാരൻ പിടിച്ചു. എന്നിട്ട് കുറെ വഴക്കൊക്കെ പറഞ്ഞു. ഞാൻ പിന്നീടാണ് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ശ്രീലേഖയാണ്, എനിക്ക് മാസ്ക് വെക്കാൻ നടക്കുന്ന മാഡത്തിനെ പോലുള്ളവർ എന്തിനാ ഇതൊക്കെ ചെയ്യേണ്ടത്? മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും? ഞാൻ ഇവിടെ നിന്ന് പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? മാഡം ഞങ്ങളെയല്ലേ ശാസിക്കേണ്ട, അതിന് പകരം ഞാൻ മാഡത്തിനെ ശാസിക്കണം എന്നൊക്കെ പറഞ്ഞ ആള് കുറച്ച് നല്ലൊരു സ്മാർട്ടായിട്ട് എന്നെ കുറെ വഴക്ക് പറഞ്ഞു. അതിനുശേഷം ഞാൻ എങ്ങനെ നിർത്തി. ഞാൻ വിചാരിച്ചു അത് മൂക്ക് മൂടിക്കൊണ്ട് നടക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഒന്നാമത് നമ്മൾ ഒരുപാട് നല്ല ശ്വാസം വലിക്കേണ്ട സമയമാണ് നടക്കുന്നുണ്ട്. മൂക്ക് മൂടിക്കൊണ്ട് നടക്കുമ്പോൾ ശ്വാസം ശരിക്കും കിട്ടത്തുമില്ല. നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ പോലെ തോന്നുകയും ചെയ്യും. എന്നാൽ പിന്നെ ഞാൻ ടെറസിലൊക്കെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് പിന്നെ അത് പൂർണ്ണമായിട്ട് മാറ്റി യോഗ മെഡിറ്റേഷനായിട്ട് അത് മാറിയിട്ടുണ്ട്. അതും കോവിഡ് കാരണമാണ്. അപ്പൊ കോവിഡ് കാരണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യായിരുന്നു. പിന്നെ 2 മാസ്ക് ഇട്ട് നടക്കണം, 3 മാസ്ക് ഇട്ട് നടക്കണം എന്നുള്ള റെസ്ട്രിക്ഷൻസ് വരുന്നു. വെളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും കാലും കൈയും ദേഹം മുഴുവൻ ഡെറ്റോൾ വെച്ച് കഴുകിയിട്ട് വേണം അകത്തൊക്കെ ഇറക്കാം. അങ്ങനെ ഒരുപാട് പ്രിക്കോഷൻസ് ഒക്കെ വന്നിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ ഒരു വാർ റൂം എന്ന് പറഞ്ഞുണ്ടാക്കി. അതായത് എല്ലാ ദിവസവും നമ്മൾ എന്തൊക്കെ പരിപാടികൾ ചെയ്തു, എത്ര കോവിഡ് കേസുകൾ ഡിറ്റക്ട് ചെയ്തു, എത്ര തടഞ്ഞു, ഏതൊക്കെ സ്ഥലത്തിലുള്ള സഹായം പൊതുജനങ്ങൾക്ക് കൊടുത്തു എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു അടിയന്തിരമായ തീരുമാനമെടുക്കാനും പത്രക്കാരെ അറിയിക്കാനുമുള്ള ഒരു ഗ്രൂപ്പിനകത്ത് അവരെന്നെയും പെടുത്തി. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നുള്ള നിലയിൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ പരിശോധിക്കേണ്ട ചുമതല, മോട്ടോർ വെഹിക്കിൾ ഓഫീസേഴ്സിന്റെ അവരുടെ ഡ്യൂട്ടിക്ക് ഇടേണ്ട ചുമതല, അതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും എന്നെയും കൂടി അതിനകത്ത് ഓർമ്മപ്പെടുത്തുകയും 2-3 ദിവസം കൂടുന്തോറും അങ്ങനെ സെക്രട്ടേറിയറ്റിൽ ഒരു കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടായിരുന്നു അതാണ് വാർ റൂമായിട്ട് കൺവേർട്ട് ചെയ്തിരുന്നത്. അവിടെ വെച്ചൊരു മീറ്റിംഗ് നടത്തുകയും മീറ്റിംഗ് നടന്ന ശേഷം പത്രക്കാരോട് അതിന്റെ വിശദ വിവരങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചും എനിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒന്നും എനിക്ക് മാസ്ക് ഇടുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ഇടാറില്ലായിരുന്നു. അവസാനം എല്ലാവരും കൂടെ നിർബന്ധിക്കും, മാഡം അത് ഇട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, ഇട എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഞാനും കുറെ നാള് മാസ്ക് കെട്ടിക്കൊണ്ട് നടന്നിട്ടുണ്ട്, വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും. ആ ഒരു സമയത്ത് കുറെ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഭർത്താവിന് ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ആശുപത്രിയിലേക്ക് പോകുമ്പോഴൊക്കെ 2-3 പ്രാവശ്യമായിരിക്കും പോലീസ് ചെക്ക് ചെയ്യുക. അതുപോലെ മാസ്ക് ഇല്ലാതെ പോകുമ്പോൾ കാണുമ്പോഴേക്കും പോലീസിന് വലിയ വെപ്രാളമാണ്. കാരണം പൈസ പിരിക്കാമല്ലോ. ഞാനൊരു ദിവസം എവിടെ പോകുന്ന സമയത്ത് കാറിന്റെ മുമ്പിൽ മാസ്ക് കുറച്ച് താന്നിരുന്നുണ്ട്. കാറ് തടഞ്ഞു നിർത്തി അവരെ നിക്ക് നോക്ക് സാറേ ഇവര് മാസ്ക് വെച്ചിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഞാനത് പൊക്കി വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഓഫീസർ ഓടി വന്നിട്ട് അടുത്ത് പറഞ്ഞു 2000 രൂപ ഫൈനാണ് എന്നൊക്കെ പറഞ്ഞു. ഇനി വഴക്കുണ്ടായ ഒരു സംഭവം അതൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഇപ്പൊ പല കാര്യങ്ങളും. പക്ഷെ ഇപ്പൊ എല്ലാം ആലോചിച്ച് നോക്കുമ്പോ എന്തിനായിരുന്നു ഇതൊക്കെ എന്ന് തോന്നും ഇപ്പോഴും. പക്ഷെ മാസ്കും വെച്ച് പേടിച്ച് നടക്കുന്നവരുണ്ട്. ഞാൻ മെനിഞ്ഞാന്നൊരു കല്യാണത്തിന് പോയപ്പോ എന്റെ ഒരു സുഹൃത്ത് മാസ്ക് വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഇപ്പൊ മാസ്ക് വെച്ച് നടക്കുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. എന്റെ മാസ്ക് എന്റെ മൂക്ക, പിന്നെ നിങ്ങൾക്ക് എന്താ ചോദിക്കാൻ അവകാശം, എനിക്ക് മാസ്ക് വെക്കാൻ അവകാശം ഉണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേണ്ടിയില്ല, ശരിയാണ്, അവരുടെ മൂക്ക് അവരുടെ മാസ്ക് അവർ വെച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നീട് എനിക്കത് ഫീൽ ചെയ്തും തോന്നിയതുകൊണ്ടാവും വിശദീകരിച്ചു. എനിക്ക് കുറച്ച് കൺജഷൻ ഉണ്ട്, ജലദോഷമുണ്ട്, അത് മറ്റുള്ളവർക്ക് പടരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അതും വിട്ടിത്തവണ. കാരണം എന്നെ അങ്ങനെ കാര്യമായിട്ട് ഇപ്പൊ ഈയിടെയായിട്ട് പണ്ടൊക്കെ എപ്പോഴും പനിയും ജലദോഷമൊക്കെ വരുമായിരുന്നു. ഒരുപാട് അസുഖം വന്നിരുന്ന സമയം ഉണ്ടായിരുന്നു. വളരെയധികം അസുഖങ്ങൾ വന്നിരുന്നത് നമ്മുടെയൊക്കെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് എന്ന് പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. മാനസികമായിട്ട് നമ്മൾ വളരെയധികം തളർന്നിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അസുഖം വരും, എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ അല്ലെങ്കിൽ വല്ല ആയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഔദ്യോഗികമായി വന്നു കഴിയുമ്പോൾ എല്ലാ അസുഖങ്ങളും നമ്മളെ വന്ന് പിടികൂടും. അത് മനസ്സും ശരീരവും തമ്മിൽ വളരെയധികം കണക്ഷൻ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നും. നമ്മുടെ മനസ്സ് തളരുമ്പോൾ ശരീരവും അതുപോലെ അങ്ങ് തളരുന്നത് പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിപ്പോ നമ്മൾ മനുഷ്യരെ ശക്തിപ്പെടുത്തി എടുത്തു കഴിയുമ്പോൾ ശരീരത്തിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യാറില്ല. അത് ഇപ്പോഴും ഏതെങ്കിലും അസുഖമുള്ള ആൾക്കാരുടെ അടുത്ത് പോയിരുന്നു കഴിയുമ്പോൾ എനിക്കറിയാം എനിക്ക് അസുഖം പടരാനൊന്നും പോകുന്നില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടായിരിക്കണം കോവിഡ് വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞ് വലിയ നിർബന്ധം എല്ലാവരും ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് വാക്സിൻ എടുത്തിരിക്കണം, കമ്പൽസറി ആണ്, അതില്ലാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങളൊരു തീരുമാനം എടുത്തു, നമുക്ക് എടുക്കണ്ട കോവിഡ് വാക്സിൻ. കോവാക്സിൻ, കോവിഷീൽഡ് എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്ന സമയത്ത്
ഞാനും ഡോക്ടറായിട്ടുള്ള എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും വാക്സിനേഷൻ എടുത്തില്ല. പക്ഷെ അമ്മയ്ക്ക് പേടിയായിരുന്നത് കൊണ്ട് അമ്മ 2 ഡോസ് വാക്സിൻ എടുത്തു. ഞാൻ കൊണ്ടുപോയതല്ല, അമ്മ ആരെയൊക്കെ വിളിച്ച് പറഞ്ഞ് ബന്ധുക്കളെ പോയപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോയി എടുത്താണ്. പക്ഷെ വാക്സിൻ എടുക്കാതിരുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് പലയിടത്തും പോകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിലൊക്കെ കയറി യാത്ര ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വാക്സിനേഷൻ എടുത്തില്ല എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. എടുത്തിട്ടില്ലേ, ഹേ എന്തുവാ ഇത്, ഓ നിങ്ങൾക്ക് എന്താ കോൺസ്പിറസി തിയറിസ്റ്റ് ആണ് എന്നൊക്കെ ഒരു ബ്രാക്കറ്റിലിട്ട് അതുകൊണ്ടാണ് വാക്സിനേഷൻ എടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഹസ്ബൻഡ് ദിവസവും ആശുപത്രിയിൽ പോകുന്നതാണ്. അദ്ദേഹം കോവിഡ് പേഷ്യൻസിനെ ചികിത്സിക്കുന്ന ആളാണ്. കുട്ടികളായിട്ടുള്ളവർ കോവിഡ് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ള പേഷ്യൻസിനെ ചികിത്സിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് കോവിഡ് ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ഇടയ്ക്ക് വെച്ച് ഒരു ചെറിയ പനി പോലെ ജലദോഷം പോലെ എനിക്ക് തോന്നി. കാരണം എൻ്റെ ഓഫീസിൽ പിന്നീട് ഞാൻ പിന്നീട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് പോയപ്പോഴാണെന്ന് തോന്നുന്നു, അവിടെ ഓഫീസിലുണ്ടായിരുന്ന ഒരു വ്യക്തി തുമ്മിക്കൊണ്ട് ചായ കൊണ്ട് തന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ജലദോഷമാണോ ചോദിച്ചപ്പോൾ ഭയങ്കര ജലദോഷം. ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു പോയി റെസ്റ്റ് ചെയ്യുക, സാരമില്ല വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. CA ഫയൽ എടുത്തുകൊണ്ട് വന്നപ്പോൾ അവരും ഭയങ്കരമായിട്ട് തുമ്മുന്നുണ്ടായിരുന്നു ആ ചേച്ചിന്ന്. അപ്പൊ അവരുടെ തുപ്പലൊക്കെ ഇങ്ങനെ ഫയലിന്റെ മുകളിൽ കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ തുടച്ചിട്ട് തരുമെന്ന് പറഞ്ഞ് അങ്ങനെ തുടച്ചിട്ട് ആ ഫയൽ ഞാൻ നോക്കി ഒപ്പിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു കോവിഡ് പോസിറ്റീവാണ് മാഡം, ഞങ്ങൾക്ക് 2 ആഴ്ച റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. തുമ്മിക്കൊണ്ട് കൊണ്ടുവന്ന ചായ ഞാൻ കുടിച്ചു, ഒരാളുടെ ഫയൽ ഞാൻ തൊട്ട് കൈകാര്യം ചെയ്ത് ഒപ്പിട്ട് കൊടുത്ത് കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഇത് 2 കാര്യമായപ്പോഴേക്കും ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു ചേട്ടാ 2 പേരും കോവിഡ് പോസിറ്റീവ്, കോവിഡ് വരില്ല എന്നൊക്കെ പറഞ്ഞ് ധൈര്യമായിട്ട് ഇരുന്നെങ്കിൽ ചെറിയ ജലദോഷം പോലെ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു സാരമില്ല, എനിക്കതൊന്നും അല്ല, ഇതെല്ലാം എൻ്റെ മനസ്സിൻ്റെ ആണെന്ന് വിചാരിച്ചു. 3-ാമത്തെ ദിവസം ശരിയായി മാറി, പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ എനിക്കും വന്നിട്ടില്ല, എൻ്റെ മോനും വന്നിട്ടില്ല, കോവിഡ് എന്ന് പറഞ്ഞ് വന്നിട്ടില്ല. ഇപ്പൊ ഇത് ഞാൻ പലരോടും പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ആ സമയം. ഇതൊക്കെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മുടെ ആ സിനിമയിലെ കണ്ടേജൻ, ആ കണ്ടേജൻ പോലെ ഇരിക്കും. 2015 ബിൽ ഗേറ്റ്സ് ഒരു ടെഡ് ഗേറ്റ്സ് നടത്തിയിരുന്നു. ബിൽ ഗേറ്റ്സ് റിച്ചസ്റ്റ് ആയിട്ടുള്ള അമേരിക്കൻ ടെക്നോക്രാറ്റ്. അദ്ദേഹം മൈക്രോസോഫ്റ്റിന്റെ ഉപജ്ഞാതാവാണ്. അതിപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ 3-ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഇതായിരിക്കില്ല എന്ന് പറഞ്ഞൊരു മഷ്റൂം ബോംബ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് പടം കാണിക്കുന്നു. അതായത് ലോകത്ത് ബോംബിട്ട് നശിപ്പിക്കുന്ന ആയിരിക്കില്ല 3-ാം ലോക മഹായുദ്ധം, പക്ഷെ ഇതായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പടം കാണിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ കൊറോണ ചുമന്ന ഉണ്ടയുണ്ടല്ലോ, ഇങ്ങനെ സ്പൈക്സ് ഒക്കെ ചുറ്റും ഇങ്ങനെയുള്ള പടമൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ ആണ്. അപ്പൊ കൊറോണ എന്ന് പറയുന്നത്, കൊറോണേഷൻ എന്ന് പറയുന്നത് കിരീടമാണ്. കൊറോണ എന്ന് പറയുന്ന കിരീടത്തിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ആ ഷേപ്പ് അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ടായിരിക്കും അതിനെ കൊറോണ വൈറസ് എന്ന പേര് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് കൊറോണ എന്ന് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്, ഇതൊരു വലിയ ഡിസീസ് ആയിരിക്കും, ഇത് ലോകത്തിലെ മുഴുവൻ എഫക്റ്റ് ചെയ്യും, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പ്രസംഗം നടത്തുന്നുണ്ട് അദ്ദേഹം അതിനകത്ത്. അപ്പൊ അതിലെനിക്കൊരു വലിയ സംശയം തോന്നി, ഇതെങ്ങനെ അദ്ദേഹത്തിന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നു. ഇപ്പോൾ 2015 ഇറങ്ങിയ അദ്ദേഹം പറഞ്ഞ ഒരു സംസാരമാണ്. ഇപ്പൊ 2019-20 ആയപ്പോഴേക്കും അത് യാഥാർത്ഥ്യമായത് എങ്ങനെയാണ് ആ സിനിമ പോലെ. ആ സിനിമ കണ്ടേജൻ സിനിമയിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നടക്കുമ്പോൾ എന്തോ ഒരു പ്രിമോണിഷൻ നമുക്ക് തോന്നുന്ന പോലെ. പക്ഷെ ഇതൊക്കെ പ്ലാൻഡ് ആയിരുന്നു എന്ന് പിന്നീട് നമുക്ക് തോന്നാം സംശയം. ബിൽ ഗേറ്റ്സ് ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഒരുപാട് വൈറസിനെതിരായിട്ടുള്ള വാക്സിനേഷൻ പ്രിപ്പയർ ചെയ്ത് പേറ്റന്റ് എടുത്ത് ആഫ്രിക്കൻ കൺട്രീസിലും ഒക്കെ ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് വിതരണം ചെയ്തതിന്റെ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾ നോക്കി അറിയാം. ഫീസർ എന്ന് പറയുന്ന ഒരു കമ്പനി വലിയ മേജർ ഷെയർ ഹോൾഡറാണ് ബിൽ ഗേറ്റ്സ് എന്നും പറയുന്നു. എത്രമാത്രം സത്യമാണെന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾ തന്നെ അത് സ്വയം റിസർച്ച് ചെയ്ത് നോക്കൂ. എന്തായാലും ഇതൊരു വലിയ ഭീതി ആ സമയത്ത് പരത്തിയിരുന്നു എല്ലാവരുടെയും ഇടയിൽ. കോമോർബിഡിറ്റീസ് ഉള്ളവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല, ചത്തുപോകും. ഇയാൾക്ക് കോവിഡായിരുന്നു, മറ്റേയാൾക്ക് കോവിഡായിരുന്നു, കോവിഡ് വന്ന് മരിച്ചു കഴിഞ്ഞാൽ ശരീരം ബന്ധുക്കളെ കാണിക്കൂല, പൊതിഞ്ഞു കെട്ടി സർക്കാർ ചെലവിൽ തന്നെ ദഹിപ്പിക്കും, അടക്കം എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ കേട്ട ജനം ഇങ്ങനെ വളരെ പേടിയിൽ വരുന്ന കൊച്ചു കൊച്ചു അസുഖം പോലും എനിക്ക് കോവിഡ് എന്ന് വിചാരിച്ചിരിക്കുന്നതാണോ എന്ന് ഒരു സംശയം ആ സമയത്തുണ്ടായിരുന്നു. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനൊരു വാക്സിനേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ലാബറട്ടറിക്ക് 1 വർഷം മിനിമം എടുക്കും. അത്ര റിസർച്ച് ഒക്കെ ചെയ്തിട്ട് അതിന്റെ ആന്റിബോഡീസും ആന്റിജൻസും ഉണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് പരീക്ഷണങ്ങളൊക്കെ നടത്തിയ ശേഷമാണ് മനുഷ്യന് പ്രയോഗിക്കാവുള്ളൂ. ഇങ്ങനെ 6 മാസം 5 മാസം അതിനിടയ്ക്ക് വാക്സിൻ ഉണ്ടാക്കുക, അതെല്ലാവരെയും കൊണ്ട് കുത്തിവെപ്പിക്കുക എന്നൊക്കെയുള്ള ഒരു കാര്യം വന്നപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത്ര ഹറിയിൽ എന്തിനാണ് ഇത് ചെയ്യുന്നത്. ഗ്രേറ്റ് റീസെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഒരു കാര്യം വേൾഡ് എക്കണോമിക് ഫോറം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഇതുവരെ നടന്നില്ല. 2020 ഗ്രേറ്റ് റീസെറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നടക്കണമെന്ന് പറഞ്ഞ് അതിനെപ്പറ്റിയും ഒരു വലിയ വീഡിയോ ഉണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, കാണാൻ പറ്റും.
പക്ഷെ ഞാൻ ആരോടെങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വട്ടാണെന്നുള്ള മട്ടിലാണ് അങ്ങയുടെ പെരുമാറ്റം. അതുകൊണ്ട് പിന്നെ അധികം സംസാരിക്കാൻ പോയിട്ടില്ല. എന്തായാലും കൂടുതൽ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ട്രാൻസ്പോർട്ടിൽ നിന്ന് മാറി ഞാൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ പോയതിനു ശേഷമുള്ള സംഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. സസ്നേഹം, ശ്രീലേഖ.